എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മാർച്ച് 2026 ആനുകാലികങ്ങളുമായി ബന്ധപ്പെട്ട അവസാനത്തെ ക്ലാസ് ആണ്. എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ആനുകാലിക വിവരങ്ങൾ. അത് പല മേഖലയുമായി ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങൾ നമ്മൾ ക്ലാസ്സിലൂടെ പങ്കുവെക്കുന്നുണ്ട്. നന്നായി കേട്ട് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് പ്രയോജനം ചെയ്യും. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. 2025 ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ചു എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ വ്യക്തിയാണ് പ്രശസ്ത തമിഴ് കവിയും ഗാനരചയിതാവുമായ ആരാടെ, അതുപോലെ തന്നെ നോവലിസ്റ്റുമാണ് ആർ വൈരമുത്തുവാണ് 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായത് അല്ലെ. ആർ വൈരമുത്തുവാണ്, തമിഴ് കവിയാണ്, ഗാനരചയിതാവാണ്, അതുപോലെ തന്നെ നോവലിസ്റ്റുമാണ്. 1953 ജൂലൈ 13 അദ്ദേഹം ജനിക്കുന്നത്. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് വൈരമുത്തുവിന് ലഭിച്ചത്. തമിഴ് സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയാണ് ഇത്, ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ വൈരമുത്തുവിന് തമിഴ് സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതി ലഭിച്ചത്. 7500-ലധികം ഗാനങ്ങള് വൈരമുത്തു രചിച്ചിട്ടുണ്ടെന്നറിയാം. 7 തവണ മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരമൊക്കെ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? വൈരമുത്തുവിന് ലഭിച്ചിട്ടുണ്ട്. ഇനി കള്ളിക്കാട്ട് ഇതിഹാസം, അദ്ദേഹത്തിന്റെ ഒരു നോവലുണ്ട് കള്ളിക്കാട്ട് ഇതിഹാസം എന്ന നോവലിന് 2003 സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചു. 2003 പത്മശ്രീയും അതുപോലെ തന്നെ 2014 പത്മഭൂഷൺ പുരസ്കാരമൊക്കെ ലഭിച്ചു. അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് ആരാണ്? വൈരമുത്തു സിനിമയിലേക്ക് പ്രവേശിക്കുന്ന 1980 ഭാരതിരാജ സംവിധാനം ചെയ്ത നിഴൽകൾ എന്ന ചലച്ചിത്രത്തിലൂടെയാണ്. ഏതാണ് നിഴൽകൾ എന്ന ചലച്ചിത്രത്തിലൂടെയാണ് തമിഴ് ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ചത്. അപ്പോൾ 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആർ വൈരമുത്തു ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നടേ? പ്രമുഖ ഹിന്ദി കവിയും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ലഭിച്ചത്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു ആര്? വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു എഴുത്തുകാരന് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാണ്. അത് ആർക്കായിരുന്നു? 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024 പ്രമുഖ ഹിന്ദി കവിയും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. ഓക്കെ അല്ലേടെ? ഇനി ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആർ.എം. നാച്ചമ്മയാണ്. ആരാണ്? ആർ.എം. നാച്ചമ്മയാണ്. ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിതയാണ് ആർ.എം. നാച്ചമ്മ. ആ പ്രവർത്തനക്ഷമമായ ആണവ നിലയം കർണാടകയിലെ കൈഗ ആണവ നിലയമാണ്. ആ കൈഗ ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിതയാണ് ആർ.എം. നാച്ചമ്മ. 2026 മാർച്ചിലാണ് ഇന്ത്യയിൽ ഒരു പ്രവർത്തനക്ഷമമായ ആണവ നിലയത്തിന്റെ മേധാവിയായി എക്സാമിന് ചോദിക്കും. അതുകൊണ്ട് ചുമതലയേൽക്കുന്ന ആദ്യ വനിത എന്ന ബഹുമതി സ്വന്തമാക്കിയത് കർണാടകയിലെ കൈഗ ജനറേറ്റിംഗ് സ്റ്റേഷൻ യൂണിറ്റ് 3, 4 എന്നിവയുടെ ചീഫ് സൂപ്പർ ഇൻറ്റൻഡന്റ് ആയിട്ടാണ് ആര് ചുമതലയേറ്റത്? ആർ.എം. നാച്ചമ്മ നിയമിതയായത്. ആണവോർജ മേഖലയില് 35 വർഷത്തിലേറെ പ്രവർത്തന പരിചയമുള്ള വ്യക്തിയാണ് ആര്? ആർ.എം. നാച്ചമ്മ. 1991 ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കേട്ടിട്ടുണ്ടല്ലോ, NPCIL. ആ NPCIL ആർ.എം. നാച്ചമ്മ ചേരുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിതയാണ് ആർ.എം. നാച്ചമ്മ. ആ ആണവ നിലയം കർണാടകയിലെ കൈഗ ആണവ നിലയമാണ്. ഇന്ത്യയിൽ ആദ്യമായി നിഷ്ക്രിയ ദയാവധത്തിന് വിധേയമാക്കാൻ സുപ്രീം കോടതി അനുമതി ലഭിച്ച വ്യക്തിയാണ് ഹരീഷ് റാണ അല്ലേ.
ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഹരീഷ് റാണയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ആദ്യമായി നിഷ്ക്രിയ ദയാവധത്തിന് വിധേയമാകാൻ സുപ്രീം കോടതി ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അനുമതി ലഭിച്ച വ്യക്തിയാണ് ഹരീഷ് റാണ. 13 വർഷത്തോളം പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ, അതായത് അബോധാവസ്ഥയിൽ കഴിഞ്ഞ വ്യക്തിയാണ് ആര്? ഹരീഷ് റാണ. 2026 മാർച്ച് 24 അദ്ദേഹം അന്തരിച്ചത്. 2013 ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ ബിടെക് വിദ്യാർത്ഥിയായിരിക്കെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് വീണാണ് ഹരീഷിന് മാരകമായി തലച്ചോറിനൊക്കെ പരിക്കേറ്റത്. അങ്ങനെ നിയമ പോരാട്ടത്തിലൂടെയാണ് ഹരീഷിന്റെ മാതാപിതാക്കൾ എന്ത് ചെയ്തത്? മകന്റെ ദയാവധത്തിനായി അനുമതി ലഭിക്കുന്നത് വരെ പോരാടിയത്. സുപ്രീം കോടതി വിധി വരുന്നത് 2026 മാർച്ച് 11 അങ്ങനെ ഹരീഷ് റാണയ്ക്ക് ദയാവധം അനുവദിച്ചുകൊണ്ട് ആരൊക്കെ ആയിരുന്നു ജസ്റ്റിസുമാരെന്നറിയാമോ? JB പർദിവാലയും KV വിശ്വനാഥൻ അടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. അപ്പോൾ മാർച്ച് 24 വൈകുന്നേരം 4:10 ഡൽഹി എയിംസിൽ വെച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റി. അങ്ങനെ മാർച്ച് 24 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഹരീഷ് റാണയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബം ഹരീഷിന്റെ കോർണിയയും ഹൃദയവാൽവുകളും ഒക്കെ ദാനം ചെയ്യുന്നതിന് സമ്മതം നൽകുകയൊക്കെ ചെയ്തു. അപ്പോൾ അതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോയാലോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത് ആരാണ്? ഷാജഹാൻ വിരമിച്ചു അല്ലെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്ന വ്യക്തിയാണ് KG സനൽകുമാർ. അപ്പോൾ KG സനൽകുമാർ ആണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അത് എക്സാമിന് ചോദിക്കും. ഷാജഹാൻ എഴുതരുത്, ഷാജഹാൻ വിരമിച്ചു. ആരാണ്? KG സനൽകുമാർ ആണ് കേരളത്തിന്റെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള. 2026 മാർച്ചിലാണ് സംസ്ഥാന മന്ത്രിസഭ എന്ത് ചെയ്തത്? KG സനൽകുമാറിനെ ശുപാർശ ചെയ്തത്. അതിന് തൊട്ടുമുമ്പ് അദ്ദേഹം നിയമവകുപ്പ്, അതായത് മാർച്ച് വരെ നിയമവകുപ്പ് സെക്രട്ടറി ആയിരുന്നു. കേരള സർക്കാരിന്റെ നിയമവകുപ്പ് സെക്രട്ടറി, ലോ സെക്രട്ടറി ആയിരുന്നു ആര്? KG സനൽകുമാർ. ഓക്കെ അല്ലേ? അടുത്തത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് N പ്രഭാകരനാണ്. N പ്രഭാകരന്റെ മായാമനുഷ്യൻ എന്ന് പറയുന്ന കൃതിക്കാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹമാക്കിയത് N പ്രഭാകരനെ. കൃതി ഏതാണ്? മായാമനുഷ്യൻ. ഓക്കെ അല്ലേ? മായാമനുഷ്യൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് 2025 സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തുന്നത്. അദ്ദേഹത്തിന്റെ നോവലായ മായാമനുഷ്യനാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിയായ അദ്ദേഹം അധ്യാപകനായിട്ടൊക്കെ, N പ്രഭാകരൻ അധ്യാപകനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ, N പ്രഭാകരന്റെ പ്രധാന കൃതികൾ അറിഞ്ഞിരിക്കണം. തിയ്യൂർ രേഖകൾ, ബഹുവചനം, ജനകഥ, അദൃശ്യ പാരമ്പര്യം, എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ളതാണ് അല്ലെ, തുടങ്ങിയവയാണ് N പ്രഭാകരന്റെ പ്രധാന കൃതികൾ. ഏതൊക്കെയാ? ഒരിക്കൽ കൂടി: തിയ്യൂർ രേഖകൾ, ബഹുവചനം, ജനകഥ, അദൃശ്യ പാരമ്പര്യം തുടങ്ങിയവ. അപ്പോൾ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് N പ്രഭാകരനാണ്. കൃതി മായാമനുഷ്യൻ. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ്. അപ്പോൾ സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അടുത്ത പോയിന്റ്: ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ. നിങ്ങൾക്കറിയാം, ടുലിപ്സ് പൂക്കളാൽ തുലിപ്പ് പൂക്കളാൽ സമ്പന്നമാണ് നമ്മുടെ ശ്രീനഗർ, ജമ്മു കാശ്മീരിലെ ശ്രീനഗർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ശ്രീനഗറിലാണ്. അടുത്തത്: കൃഷിയിടത്തിന് സമീപം എത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ കേരള സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധി AI അധിഷ്ഠിതമായ സംവിധാനം ചോദിച്ചു കഴിഞ്ഞാൽ ഫാം ഗാർഡ് ആണ്. കൃഷിയിടത്തിന് സമീപം എത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനമാണ് ഫാം ഗാർഡ്.
2028 നടക്കാനിരുന്ന വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഒഡീഷയിലെ ഭുവനേശ്വർ ആണ്. 2028 നടക്കാനിരിക്കുന്ന വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഒഡീഷയിലെ ഭുവനേശ്വർ ആണ്. ആ പോയിന്റ് കൂടി അറിഞ്ഞിരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പുറത്തിറങ്ങിയെന്നൊക്കെ അറിയാം. നമുക്കറിയാം 1-ാം സ്ഥാനത്ത് ഫിൻലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 116. തുടർച്ചയായി 9-ാം വർഷമാണ് ഫിൻലാൻഡ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്ന. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 116 ആണ്. അടുത്ത 86% സ്കൂളുകളും പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മേഘാലയാണ്. 86% സ്കൂളുകൾ എന്ത് ചെയ്ത് പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മേഘാലയ. അടുത്ത വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യം മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിച്ചത് ഡൽഹിയിലാണ്. വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്. എക്സാമിന് ചോദിക്കും. മഹാരാഷ്ട്രയിലെ സൗണ്ടാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മഹാരാഷ്ട്രയിലെ സൗണ്ടാല. യുഎന്റെ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ റോഡ് സേഫ്റ്റി ചാമ്പ്യനായി അടുത്തിടെ നിയമിതനായത് ക്രിക്കറ്റ് താരമായ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ റോഡ് സേഫ്റ്റി ചാമ്പ്യനായി അടുത്തിടെ നിയമിതനായത്. 98ാമത് ഓസ്കാർ പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ചു നിങ്ങൾക്കറിയാം. അപ്പോൾ ആ 98ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപന വേദിയിൽ അവതാരകയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി നിങ്ങൾക്കറിയാം പ്രിയങ്ക ചോപ്രയാണ്. പ്രിയങ്ക ചോപ്രയാണ് 98ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപന വേദിയിൽ അവതാരകയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ്, ഓർത്തിരിക്കണം, സുശക്തി മിഷൻ ആണ്. സുശക്തി മിഷൻ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും വേണ്ടിയിട്ട് കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി സുശക്തി മിഷൻ. അടുത്തത് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത് VP സാനു ആണ്. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് VP സാനു. അപ്പോൾ ഓസ്കാർ അവാർഡ് 98ാമത് ഓസ്കാർ അവാർഡ് 2026 എക്സാമിന് ചോദിക്കും. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഓക്കെ. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന്റെ സംവിധായകനായ മികച്ച ചിത്രമായ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന്റെ സംവിധായകനായ പോൾ തോമസ് ആൻഡേഴ്സണെയാണ് 98ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത്. മികച്ച നടൻ സിന്നേഴ്സിലെ അഭിനയത്തിന് മൈക്കൽ ബി ജോർഡാൻ ആണ്. സിന്നേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് മൈക്കൽ ബി ജോർഡാൻ ആണ് മികച്ച നടനായത്. മികച്ച നടിയായിട്ട് ഹാംനെറ്റിലെ അഭിനയത്തിന് ജെസ്സി ബക്ലിയാണ്. ജെസ്സി ബക്ലിയാണ് ഹാംനെറ്റിലെ അഭിനയത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ഛായാഗ്രഹയായ ഓട്ടം ഡ്യൂറാഡ് ആർക്കപ്പോവ് ആണ്. ഓട്ടം ഡ്യൂറാഡ് ആർക്കപ്പോവ് സിന്നേഴ്സിന്റെ ഛായാഗ്രഹ, സിന്നേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണത്തിനാണ് ഓട്ടം ഡ്യൂറാഡ് ആർക്കപ്പോവിന് മികച്ച ഛായാഗ്രഹ ആയി ഓസ്കാർ അവാർഡ് കിട്ടിയത്. ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി മികച്ച ഛായാഗ്രഹണത്തിന് പുരസ്കാരം നേടുന്ന ആദ്യ വനിതയാണ് ആര്? ഓട്ടം ഡ്യൂറാൾഡ് ആർക്കാപ്പോവ്. ഇമ്പോർട്ടന്റ് ആണ് ഓട്ടം ഡ്യൂറാൾഡ് ആർക്കാപ്പോവ്. ഒരു വെറൈറ്റി നെയിം അല്ല, ഓട്ടം ഡ്യൂറാൾഡ് ആർക്കാപ്പോവ്. ഛായാഗ്രഹണമായിട്ട് ഓട്ടം സീസണിനൊക്കെ നമ്മൾ കേട്ടില്ല, ഛായാഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പോവാണ്. അപ്പോൾ മികച്ച നടി ഹാംനെറ്റിലെ അഭിനയത്തിന് ജെസ്സി ബക്ലി, മികച്ച നടൻ മൈക്കൽ ബി ജോർഡാൻ സിന്നേഴ്സിലെ അഭിനയത്തിന്, മികച്ച സംവിധായകൻ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന്റെ മികച്ച സിനിമയുടെ സംവിധായകനായ പോൾ തോമസ് ആൻഡേഴ്സൺ. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ്, തകഴി സ്മാരക ട്രസ്റ്റിന്റെ 2026 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സേതുവാണ്. സേതുവാണ് തകഴി സ്മാരക ട്രസ്റ്റിന്റെ 2026 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് യങ്സ്റ്റർ ആയിട്ടൊരു വ്യക്തിയാണ് അല്ലെ, ബാലേന്ദ്ര ഷായാണ് നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി
ചുമതലയൊക്കെ ഏറ്റെടുത്ത് ജൻസി കലാപമൊക്കെ നടന്നത് നിങ്ങൾക്കറിയാം അല്ലെ. രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് നിർഭയ നിശയാണ്. രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള സംസ്ഥാന പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് നിർഭയ നിശ. അടുത്തത് സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനും സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറ്റായ നിക്ഷേപ ഉപദേശങ്ങൾ നൽകുന്നവരെ കണ്ടെത്തുന്നതിനുമായി സെബി പുറത്തിറക്കിയ AI ടൂളാണ് സുദർശൻ എന്ന് പറയുന്നത്. AI ടൂളാണ്. സെബിയാണ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡൊക്കെ അറിയാമല്ലോ. അപ്പോൾ സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനും സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറ്റായ നിക്ഷേപ ഉപദേശങ്ങൾ നൽകുന്നവരെ കണ്ടെത്തുന്നതിനുമായി സെബി പുറത്തിറക്കിയ AI ടൂളാണ് സുദർശൻ എന്ന് പറയുന്നത്. അടുത്തത് സ്കൂളുകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷകസമ്പുഷ്ടവുമായ ഭക്ഷണപാനീയങ്ങൾ നൽകുന്ന പദ്ധതിയാണ് മാ കെയർ സ്റ്റോർ. എന്താണ് മാ കെയർ സ്റ്റോർ എന്നാണ് അറിയപ്പെടുന്നത്. സ്കൂളുകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷകസമ്പുഷ്ടമായ ഭക്ഷണപാനീയങ്ങൾ നൽകുന്ന പദ്ധതി മാ കെയർ സ്റ്റോർ. അടുത്തത് പുതിയ ദേശീയ ഭീകര വിരുദ്ധ നയത്തിന്റെ പേര് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഹാർ എന്നാണ് പുതിയ ദേശീയ ഭീകര വിരുദ്ധ നയത്തിന്റെ പേരെന്താണ്? പ്രഹാർ. അടുത്ത് ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസമാണ് വജ്രപ്രഹാർ. ഈ വജ്രപ്രഹാർ 2026 വേദിയാകുന്നത് ഹിമാചൽ പ്രദേശാണ്. ഈ വജ്രപ്രഹാറിനെ കുറിച്ചും അതായത് ഇന്ത്യയുടെ സൈനിക അഭ്യാസങ്ങളെ കുറിച്ച് വിവിധ മേഖലയിലുള്ള സൈനിക അഭ്യാസങ്ങളെ കുറിച്ചൊക്കെ പ്രത്യേക ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കേട്ട് നോക്കുക. ഇന്ത്യ US സംയുക്ത, അതിനകത്ത് ഈ വജ്രപ്രഹാറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസമാണ് വജ്രപ്രഹാർ. ആ വജ്രപ്രഹാർ 2026 വേദി ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു. അടുത്തത് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നറിയാം. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം അറിഞ്ഞിരിക്കണം, ധർമ്മ ഗാർഡിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ധർമ്മ ഗാർഡിയൻ ഇത് ഉത്തരാഖണ്ഡിലാണ് നടക്കുന്നത്. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ധർമ്മ ഗാർഡിയൻ, ഉത്തരാഖണ്ഡിലാണ് നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ ഉദ്ഘാടനം ചെയ്ത്. ഇൻസ്റ്റഗ്രാമിൽ 100 ദശലക്ഷം ഫോളോവേഴ്സ് നേടുന്ന ആദ്യ രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദി എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിൽ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും സൂക്ഷിക്കാൻ റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന സംവിധാനം ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ റവന്യൂ കാർഡാണ്. കേരളത്തിൽ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും സൂക്ഷിക്കാൻ റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന സംവിധാനമാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ്. അടുത്തത് യുനെസ്കോയുടെ ലോക പൈതൃക പദവിയുടെ താത്കാലിക പട്ടികയിൽ ഇടം പിടിച്ച മേഘാലയയിൽ നിന്നുള്ള ബ്രിഡ്ജാണ്. എക്സാമിന് ചോദിക്കും. ലിവിംഗ് റൂട്ട് ബ്രിഡ്ജാണ് യുനെസ്കോയുടെ ലോക പൈതൃക പദവിയുടെ താത്കാലിക പട്ടികയിൽ ഇടം പിടിച്ച മേഘാലയയിൽ നിന്നുള്ള ബ്രിഡ്ജാണ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസ പ്രകടനമായ നമുക്കറിയാം മിലൻ 2026 വേദിയായത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. ഇവിടെ നിന്ന് പോയ കപ്പലിനെയാണ് ശ്രീലങ്കയിൽ വെച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയോട് അടുപ്പിച്ച് വെച്ചിട്ട് ഇറാന്റെ കപ്പലിനെ ആക്രമിക്കപ്പെടുന്നതൊക്കെ നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസ പ്രകടനമാണ് മിലൻ 2026. അതിന് വേദിയായത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണമാണ്. ഓക്കെ അല്ലേ? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി അടുത്ത് പോകണം. നെക്സ്റ്റ്, പ്രശസ്ത ഗായകൻ KJ യേശുദാസിന്റെ ജന്മഗൃഹം ഏറ്റെടുത്ത് സംഗീത മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ച നഗരസഭ കൊച്ചി നഗരസഭയാണ്. അടുത്ത, സ്ത്രീകൾക്ക് അവരുടെ മൊബൈൽ നമ്പറിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ BSNL ആരംഭിച്ച സംവിധാനമാണ് കവച് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് അവരുടെ മൊബൈൽ നമ്പറിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ BSNL ആരംഭിച്ച സംവിധാനമാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ പ്രവാസി പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമാകുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ പ്രവാസി പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത്, അറിഞ്ഞിരിക്കണം. അടുത്തത്, കേരള സംസ്ഥാനത്ത് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അന്വേഷിക്കുന്നതിനുമായി
എക്സൈസ് വകുപ്പിന്റെ കീഴിൽ രൂപീകൃതമാകുന്ന പ്രത്യേക സംവിധാനമാണ് കേരള സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് കേരള സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. അടുത്തത്, അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ രോഗികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സീറോ പ്രോഫിറ്റ് കൗണ്ടർ. അപ്പോൾ സീറോ പ്രോഫിറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ രോഗികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സീറോ പ്രോഫിറ്റ് കൗണ്ടർ. അടുത്ത, കേരളത്തിൽ നിന്ന് പുതിയതായി പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച പക്ഷി സങ്കേതമാണ് മംഗളവനം എന്ന് പറയുന്നത്. അപ്പോൾ മംഗളവനം പക്ഷി സങ്കേതമാണ് കേരളത്തിൽ നിന്ന് പുതുതായി പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച പക്ഷി സങ്കേതം. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും സംയുക്ത സൈനിക അഭ്യാസം, സംയുക്ത സൈനിക അഭ്യാസമാണ് ഫ്രീഡം ഷീൽഡ്. ഫ്രീഡം ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും സംയുക്ത സൈനിക അഭ്യാസമാണ്. അടുത്ത, കേരളത്തിലെ ആദ്യത്തെ എൻവിഡിയ AI ഫാക്ടറി സ്ഥാപിതമായത് കൊച്ചിയിലാണ്, കാക്കനാട് സ്മാർട്ട് സിറ്റിയിലാണ്. എൻവിഡിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള ചിപ്പ് നിർമ്മാണ കമ്പനിയാണ് എൻവിഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ എൻവിഡിയ AI ഫാക്ടറി സ്ഥാപിതമായത് കാക്കനാട് സ്മാർട്ട് സിറ്റിയിലാണ്, കൊച്ചിയിലെ. അടുത്തത്, പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അടയ്ക്കപ്പെട്ട ഹോർമോസ് കടലെടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇറാൻ, ഒമാൻ, UAE. ഇറാന്റെയും ഒമാന്റെയും UAEയുടെയും ഇടയ്ക്കാണ് ഹോർമോസ് കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 2026 മാർച്ച് മാസത്തെ ആനുകാലിക വിവരങ്ങളാണ് ഇതുവരെ മനസ്സിലാക്കിയത്. ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. ഇത് കണ്ട് കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ.